എന്നാൽ ഇങ്ങനെയൊക്കെ പ്രവചിക്കാൻ കഴിയോ? എന്ത് പ്രവചിച്ചോ അത് തന്നെ നടന്നു. പ്രഡിക്ഷൻ കിങ്. ഇതാണ് കോൺഫിഡൻസ്, ഇതാണ് കാൽക്കുലേഷൻ. ഇയാളിനി വല്ല ഇലൂമിനാറ്റി ആണോ? ഇങ്ങനെ ജനങ്ങൾ വാനോളം പുകഴ്ത്തുന്നത് മറ്റാരെയുമല്ല, വി.ഡി. സതീശനെയാണ്. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന ഒരു വീഡിയോയും 100+ നിങ്ങൾ നോക്കിക്കോ, പറയാ കേൾക്ക്. അല്ല മുഴുവൻ കേക്ക്, ചോദിച്ചാൽ മാത്രം പോരല്ല, കേൾക്കണ്ടേ. ഞാൻ ഇതിനു മുമ്പല്ല എല്ലാ പ്രവചനങ്ങളും നടത്തിയപ്പോ നിങ്ങൾ ഉള്ളിലെങ്കിലും ചിരിച്ചിട്ടുണ്ട്. 100+ ആണ് UDF. എഴുതി വെച്ചോ, 100+. 20,000-നും 25,000-നും ഇടയിൽ തൃക്കാക്കരയിൽ വോട്ട് കിട്ടുമെന്ന് പറഞ്ഞു. 25,000 വോട്ട് കിട്ടിയില്ലേ? വിസ്മയകരമായ ഭൂരിപക്ഷം പുതുപ്പള്ളി പറഞ്ഞു. ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭൂരിപക്ഷം 33,000 ആണ്. ഇത് 35-ന് മുകളിൽ പോകുമെന്ന് പറഞ്ഞു. 37 കിട്ടിയില്ലേ പുതുപ്പള്ളിയിൽ? പാലക്കാട് എന്താണ് പറഞ്ഞത്? 15,000 ആണ് കിട്ടേണ്ടത്, 15,000-ന് മീതെ പോകുമെന്ന് പറഞ്ഞു. 18 എത്തി. 7% വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിലമ്പൂർ ജയിക്കുമെന്ന് പറഞ്ഞു. അതിൽ കൂടുതൽ വോട്ടിൽ ജയിച്ചു. പാർലമെന്റിൽ 17 മുതൽ 19 സീറ്റ് വരെ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. 18 കിട്ടി. ലോക്കൽ ബോഡി ഇലക്ഷനിൽ 4 കോർപ്പറേഷൻ ഉറപ്പാണെന്ന് പറഞ്ഞു. കിട്ടി. 7 ജില്ലാ പഞ്ചായത്ത് ഉറപ്പാണെന്ന് പറഞ്ഞു. അതും കിട്ടി. 55%-ലേറെ ഗ്രാമപഞ്ചായത്ത് കിട്ടുമെന്ന് പറഞ്ഞു. 59 കിട്ടി. 60% മുനിസിപ്പാലിറ്റി കിട്ടുമെന്ന് പറഞ്ഞു. 64 കിട്ടി. അതുപോലെ തന്നെ പറയുന്നു 100-ൽ കൂടുതൽ സീറ്റ് കിട്ടും. നിങ്ങൾ നോക്കിക്കോ, 1 ഡസൻ മന്ത്രിമാരെങ്കിലും പരാജയപ്പെടും. ചിലപ്പോൾ 1-2 അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമെന്നേ ഉള്ളൂ. ഇങ്ങനെ കൃത്യമായിട്ടാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. 102 സീറ്റും കിട്ടി. 13 മന്ത്രിമാര് പരാജയപ്പെടുകയും ചെയ്തതോടെ സതീശന്റെ പ്രവചനം ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. 5 വർഷം മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞ കോൺഗ്രസിനെയും UDF-നെയും അധികാരത്തിൽ മടക്കിക്കൊണ്ടുവരിക എന്ന ദൗത്യമാണ് പറവൂരിൽ നിന്നുള്ള MLA ആയ വി.ഡി. സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഏൽപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി ഉപതെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വലിയ വിജയത്തിലെത്തിക്കാൻ വി.ഡി. സതീശനായി. സ്ഥാനാർത്ഥി നിർണയം മുതൽ തെരഞ്ഞെടുപ്പ് അജണ്ട നിശ്ചയിക്കുന്നത് വരെ ഒട്ടേറെ യാഥാർത്ഥ്യങ്ങൾ വിസ്മയകരമായി നടപ്പാക്കിയാണ് അദ്ദേഹം പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകിയ പ്രവചനം നടപ്പാക്കുന്നത്. ഇതാണ് ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കാൻ സഹായിക്കുന്നതെന്നാണ് സതീശന്റെ പക്ഷം. UDF-നെ അധികാരത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നും വർഗീയ വിരുദ്ധ നിലപാടും അടക്കമുള്ള കടുത്ത നിലപാടുകൾ സ്വീകരിച്ചും സതീശൻ ജനങ്ങൾക്കേറെ പ്രതീക്ഷ നൽകുന്ന നേതാവായി ഉയരുകയായിരുന്നു.